ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തുതി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. നാം ചിന്തിച്ചു വന്ന വേദഭാഗം ഒരു ശുദ്ധ ഹൃദയം പ്രാപിക്കുക എന്നുള്ളതായിരുന്നു. ശുദ്ധ ഹൃദയം, അത് കഷ്ടതയിലും സന്തോഷിക്കുന്ന ഒരു ഹൃദയമാണ്. ഭാവിയിൽ നമുക്ക് വരുവാനുള്ള സ്വർഗീയമായ തേജസ് അത് മുന്നിൽ കണ്ട് അത് വിശ്വസിച്ചും അതിനെ ലാക്കാക്കിയും ഈ ലോകത്തിലെ കഷ്ടതകൾ സഹിച്ചും മുന്നോട്ട് പോകുമ്പോൾ ആ ഹൃദയം ഒരു ശുദ്ധ ഹൃദയം ആയി തീരുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഹൃദയമാകുകയാണ്. ദൈവത്തോട് പറ്റിച്ചേരുന്ന ഹൃദയമായി മാറുകയാണ്. ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഹൃദയമായി മാറുകയാണ്. ഒരു ശുദ്ധ ഹൃദയം, അതാണ് ദൈവസ്നേഹം അനുഭവിക്കാനുള്ള ഒരു വലിയ ഉപാധി എന്ന് പറയുന്നത്. ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം, ഇവയാൽ ഉളവാകുന്ന ദൈവസ്നേഹം. ദൈവസ്നേഹം അനുഭവിക്കണമെങ്കിൽ ഒരു ശുദ്ധ ഹൃദയം നമുക്കുണ്ടായേ പറ്റൂ. നമുക്ക് വായിക്കാം എബ്രായർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനായി യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു പറഞ്ഞു, തൻ്റെ പ്രിയ ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, എഴുന്നേൽപ്പിൻ, നാം പോകാം, നമുക്ക് പോകാം, മുന്നോട്ട് പോകാം, ക്രൂശിൻ്റെ വഴിയെ പോകാം. ദൈവത്തിന് സ്തോത്രം. അത് കേട്ട് അനുസരിച്ച് ചരിത്രത്തിൽ ഇന്നയോളം അനേകം വിശ്വാസ വീരന്മാർ ഉണർന്നെഴുന്നേറ്റു. അനേകർ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നയേറ്റു, പീഡയേറ്റു, രക്തസാക്ഷികളായി അവർ മാറി. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമകാലത്തും അനേക വിശുദ്ധന്മാർ എഴുന്നേറ്റു. അനേക പ്രവാചകന്മാരും വിശുദ്ധന്മാരുമായ പൂർവിക പുണ്യപിതാക്കന്മാർ, വിശ്വാസ വീരന്മാരായ അനേക പൂർവിക പുണ്യപിതാക്കന്മാർ, അവർ ദൈവവചനം കേട്ടു, ദൈവവചനം അനുസരിച്ചു, ദൈവത്തിൽ നിന്ന് നേരിട്ട് അരുളപ്പാടുകൾ ലഭിച്ചു, ദൈവത്തിൻ്റെ വചനം അവർ വിശ്വസിച്ചു, ദൈവത്തിൻ്റെ വചനം ജനത്തോട് പറഞ്ഞു കൊടുത്തു. അവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വഴിയിൽ കൂടെ മുന്നോട്ട് പോയി. അവർ ശുദ്ധീകരണത്തിൻ്റെ പാതയിൽ കൂടെ മുന്നോട്ട് പോയി. അവരാൽ കഴിയുന്നിടത്തോളം സ്വർഗരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി അവർ പരിശ്രമിച്ചു. അവരറിയാതെ തന്നെ അവരെ കാത്തിരിക്കുന്നതായ വലിയൊരു സ്വർഗരാജ്യത്തിന് വേണ്ടിയായിരുന്നു അവരന്ന് അധ്വാനിച്ചു കൊണ്ടിരുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ പുതിയ നിയമകാലത്ത് ഈ സ്വർഗരാജ്യം എന്താണെന്നും അത് എവിടെയാണെന്നും നമുക്കവിടെ എന്താണ് സ്ഥാനം എന്നുള്ളതെല്ലാം വളരെ വ്യക്തമായിട്ട് കർത്താവായ യേശുക്രിസ്തു പുതിയ നിയമകാലത്ത് പുതിയ നിയമസഭയോട് എല്ലാം വെളിപ്പെടുത്തി തന്നു. ദൈവത്തിന് സ്തോത്രം. തൻ്റെ പ്രിയപ്പെട്ട ശ്രീഹന്മാർ വഴിയും തൻ്റെ പ്രിയപ്പെട്ടവരായ അപ്പോസ്തലന്മാർ വഴിയും അതുപോലെ തന്നെ ക്രിസ്തുവിൽ വിശ്വസിച്ചവരായ രക്തസാക്ഷികൾ വഴിയും എല്ലാം അനേക ദർശനങ്ങളിൽ കൂടെയും വെളിപ്പാടുകളിൽ കൂടെയും സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള അറിവ് ധാരാളമായി ദൈവം നമുക്ക് തന്നു. ദൈവത്തിന് സ്തോത്രം. പൗലോസ്ലീഹ പറയുകയാണ്, അപ്രകാരം കർത്താവായ യേശുവിനെയും യേശുവിൻ്റെ രാജ്യത്തെയും യേശുവിൻ്റെ വചനത്തെയും വെളിപ്പെട്ട് കിട്ടിയവനായ പൗലോസ്ലീഹ പറയുകയാണ്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്കൊന്ന് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും
മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അങ്ങനെ സ്ഥിരതയോടെ ഓട്ടം ഓടുമ്പോൾ ആ ഓട്ടത്തിൽ നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. എന്താണ് നമ്മുടെ ലക്ഷ്യം? ഒരേ ഒരു ലക്ഷ്യമാണ് ഈ ഓട്ടത്തിൻ്റെ ലക്ഷ്യം. ഈ ലോകത്തിൽ നമുക്ക് അനേക ഓട്ടങ്ങളുണ്ട്. ഈ ലോകത്ത് അനേക സ്ട്രഗിളുണ്ട്, പോരാട്ടമുണ്ട്, അനേക കാര്യങ്ങൾക്ക് വേണ്ടി ബദ്ധപ്പാടുണ്ട്, അനേക കാര്യങ്ങൾക്ക് വേണ്ടി നാം അധ്വാനിക്കുന്നുണ്ട്. നമ്മൾ വലിയ ഓട്ടത്തിലാണ്, വലിയ പോരാട്ടത്തിലാണ് പലരും, പ്രിയപ്പെട്ടവരെ. പക്ഷേ യഥാർത്ഥ പോരാട്ടം എന്തിനോടാണ്? ഈ ലോകത്തിൽ നമുക്ക് പോരാട്ടമുള്ളത് എന്തിനോടാണ്? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ദൈവത്തിന് സ്തോത്രം. അത് നമുക്ക് പിന്നീട് ഒരിക്കൽ ചിന്തിക്കാം. എന്തിനോടാണ് നമ്മുടെ പോരാട്ടമുള്ളതെന്ന് പൗലോസ്ലീഹ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ജഡരക്തങ്ങളോടല്ല, ഭാഷകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രയും നമുക്ക് പോരാട്ടമുള്ളത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ കർത്താവ് പറയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും ഇട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ലക്ഷ്യമേതാണ്? യേശു. വിശ്വാസത്തിൻ്റെ നായകനായ യേശു, പൂർത്തി വരുത്തുന്നവനായ യേശു, വിശ്വാസത്തിൻ്റെ പൂർത്തി വരുത്തുന്നവനായ യേശു, വിശ്വാസത്തിൻ്റെ ലോകത്ത് വിശ്വാസ നായകൻ്റെ പിന്നാലെ പോയിട്ട് ആ സ്വർഗരാജ്യത്തിലേക്ക് നമ്മെ എത്തിക്കുന്നതായ ആ വഴി. ദൈവത്തിന് സ്തോത്രം. നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടി വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. എന്താണ് കാരണം? തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം അവൻ ഓർത്തു, ക്രൂസിനെ അപമാനം അലക്ഷ്യമാക്കി ക്രൂസിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. യേശു എവിടെയാണ് നോക്കിയത്? യേശു തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമാണ് അവൻ ഓർത്തത്. എന്താണ് യേശുവിൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം? പ്രിയ സഹോദരങ്ങളെ, നാം ഓരോരുത്തരുമാണ്. മോനെ, നീയാണ് യേശുവിൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം. ക്രൂസിൽ കടന്ന് പിടയുമ്പോൾ, തൻ്റെ ചങ്കിലേക്ക് കുത്തുമ്പോൾ, തന്നെ തുപ്പുമ്പോൾ, തൻ്റെ താടിരോമങ്ങൾ പിഴുതെടുക്കുമ്പോൾ, അവനെ പരിഹസിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ ഭാരമേറെ ക്രൂശിൻ ചുമന്നുകൊണ്ട് പോകുമ്പോൾ എൻ്റെ യേശുവിന് ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അത് ദൈവത്തിലെ, അത് നീയാണ്, അത് ഞാനാണ്. നമ്മെ നേടുന്ന സന്തോഷം ഓർത്ത് അവൻ നിന്ദക സഹിച്ച് മരിച്ച നാഥൻ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതാണ് കർത്താവിൻ്റെ സന്തോഷം. എന്നെ നേടുന്ന സന്തോഷമോർത്ത് നിന്ദകൾ സഹിച്ച് മരിച്ച നാഥനെ ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകുകയിൽ ക്ഷീണമെന്തെന്ന് ഞാൻ അറിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മളെ ക്ഷീണം മാറാൻ, നമ്മുടെ നിരാശ മാറാൻ ദൈവത്തിന് സ്തോത്രം. ഈ യേശുവിനെ നോക്കിയാൽ മതി. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ദൈവത്തിന് സ്തോത്രം. അവൻ തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്തു അപമാനം അലക്ഷ്യമാക്കി ക്രൂസിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. അവൻ ക്രൂസിനെ സഹിച്ചു. എന്നിട്ട് അവൻ ഇരുന്ന സ്ഥലം, അവൻ എങ്ങോട്ടാണ് കയറിപ്പോയത്? ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത്. ക്രൂസ് ദൈവസിംഹാസനത്തിലേക്ക് നയിക്കുന്നതാണ്. ക്രൂസിൽ കൂടി അല്ലാതെ നാം ആരും ദൈവരാജ്യത്തിൽ എത്തുകയില്ല. യേശു ക്രിസ്തു അത് നമുക്ക് വേണ്ടി ആ ക്രൂസിനെ ഇതാ സ്വീകരിച്ചു കഴിഞ്ഞു. അവന് ചങ്ക് പിളർന്ന വഴിയിൽ കൂടെയാണ് സ്വർഗത്തിലേക്കുള്ള നമ്മുടെ വഴിയും. അതുകൊണ്ട് നാം ഒരിക്കലും ഇടയ്ക്ക് വെച്ച് ഓട്ടം നിർത്തരുത്. നമ്മൾ കഷ്ടത കണ്ടുകൊണ്ട്, ഭാരം കണ്ടുകൊണ്ട് നമ്മളാരും നിന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ചങ്കിനകത്തേക്ക് കയറി ആ യേശുവിൻ്റെ ചങ്ക് വിളർന്നതായ ആ വഴിയിൽ കൂടെ സ്വർഗരാജ്യത്തിൽ എത്തണം. അതാണ് ഒരേ ഒരു വഴി എന്ന് പറയുന്നത്. നിത്യജീവനിലേക്കുള്ള വഴി അതാണ്. ദൈവത്തിന് സ്തോത്രം. സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി, ആ ഇടുക്കമുള്ള വഴി, ആ ഞെരുക്കമുള്ള വാതിൽ, ദൈവത്തിന് സ്തോത്രം. അത് കണ്ടെത്തി അതിൽ കൂടെ നാം യാത്ര ചെയ്യാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യേശു ക്രൂസിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂസിനെ സഹിച്ചു, ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. എങ്ങനെയാണ് ക്ഷീണം മാറുന്നത്? ദൈവത്തിലേ, നിനക്ക് ഭാരം വരുമ്പോൾ, നിനക്ക് കഷ്ടത വരുമ്പോൾ, രോഗം വരുമ്പോൾ എങ്ങനെയാണ് ക്ഷീണം മാറുന്നത്? ഒറ്റയ്ക്കൊരു കാര്യം, മുട്ടുമടക്കിക്കൊള്ളുക. യേശുവിൻ്റെ ക്രൂശിലേക്ക് അടുത്ത് ചെന്നിട്ട് യേശുവിൻ്റെ സന്നിധിയിൽ ആ തൃപ്പാദത്തിലേക്ക് ഇരുന്ന് മുട്ടുമടക്കി അവിടെ ഇരുന്നുകൊണ്ട് ഏങ്ങലടിച്ച് പൊട്ടിക്കരിഞ്ഞു കൊള്ളുക. പ്രിയപ്പെട്ടവരെ, ഞാൻ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. സഹിക്കാനാകാത്ത കാര്യങ്ങൾ വരുമ്പോൾ, താങ്ങാനാകാത്ത കാര്യങ്ങൾ വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ ഏറ്റെടുക്കാൻ കഴിയാത്തതായ ഭാരങ്ങളും വേദനകളും വരുമ്പോൾ ഞാൻ ഓടിച്ചെന്ന് എൻ്റെ കർത്താവിൻ്റെ ക്രൂശിൻ ചുവട്ടിലേക്ക് മുട്ടുമടക്കും.
എൻ്റെ കർത്താവേ, എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച എൻ്റെ രക്ഷക, നീ ക്രൂശിൽ കിടന്ന് പിടയുന്നത് എനിക്ക് ആശ്വാസം തരാനല്ലേ? ദൈവമേ, എന്നെ കണ്ടുകൊണ്ടല്ലേ നീ ഇതെല്ലാം സഹിച്ചത്? നീ ക്രൂശല്ല സഹിച്ചത് കർത്താവേ, എൻ്റെ ക്രൂശ് ദൈവമേ നീ ഏറ്റെടുക്കാനുള്ള സന്നദ്ധതയല്ലേ നീ കാണിച്ചത്? കർത്താവേ, എൻ്റെ ചങ്ക് വിളർന്നപ്പോൾ ആ ചങ്കിൽ കൂടെ എനിക്ക് വഴി തുറന്നു തരികയല്ലേ ചെയ്തത്? നിൻ്റെ ചങ്ക് വിളർന്ന വഴിയിൽ കൂടെ എനിക്ക് സ്വർഗ്ഗരാജ്യത്തിൻ്റെ അവകാശം നീ വാഗ്ദാനം ചെയ്തിരിക്കുകയല്ലേ കർത്താവേ? ദൈവത്തിന് സ്തോത്രം. എന്നാൽ അപ്പാ, എനിക്ക് ഈ ഭാരം, ഈ ഇപ്പോൾ വന്നിരിക്കുന്ന ഭാരം അപ്പാ എനിക്ക് കഴിവില്ല കർത്താവേ. ഞാൻ എന്ത് ചെയ്യും കർത്താവേ? നീ ഒന്ന് ഏറ്റെടുക്കണമേ കർത്താവേ, ഒന്ന് താങ്ങണമേ കർത്താവേ. വീണുപോയി കർത്താവേ, ഒന്ന് എഴുന്നേൽപ്പിക്കണമേ കർത്താവേ. ഞാൻ കുനിഞ്ഞു പോയി കർത്താവേ, എന്നെ നിവർത്തണമേ കർത്താവേ. എൻ്റെ കർത്താവേ, നീ ഏറ്റെടുക്കണമേ, എനിക്കൊരു സമാധാനം തരണമേ. നാഥാ, നീ കാണുന്നുണ്ടല്ലോ, ഞാൻ നിൻ്റെ വകയല്ലേ, ഞാൻ നിൻ്റെ സമ്പത്തല്ലേ, നീ രക്തം കൊടുത്ത് എന്നെ വിലയ്ക്ക് മേടിച്ചതല്ലേ കർത്താവേ. നിൻ്റെ വിലയേറിയ മകനല്ലേ ഞാൻ, നിൻ്റെ വിലയേറിയ മകൻ. ദൈവത്തിന് സ്തോത്രം. കാരണം എന്നെ നീ വീണ്ടെടുത്തത് നിൻ്റെ രക്തം കൊടുത്താണ്, വിലയേറിയ രക്തം. ദൈവത്തിന് സ്തോത്രം. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. എൻ്റെ കർത്താവേ, ആ രക്തം കൊടുത്ത് എന്നെ നീ മേടിച്ചല്ലോ. ഞാൻ നിൻ്റെ വകയാണ്, ഞാൻ നിൻ്റെ സമ്പത്താണ് കർത്താവേ. അതുകൊണ്ടല്ലേ നീ എന്നോട് പറഞ്ഞത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുതെന്ന്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുതെന്ന് യേശു വെറുതെ പറഞ്ഞതല്ല പ്രിയപ്പെട്ടവർ. അവൻ വെറുതെ ഒരു ആശ്വാസവാക്ക് പറഞ്ഞതല്ല. കാരണം എന്താണെന്നറിയാമോ? അവൻ ആ രക്തം കൊടുത്ത്, അവൻ്റെ ജീവരക്തം ഊറ്റിക്കൊടുത്ത്, അവൻ കഷ്ടത അനുഭവിച്ച് പീഡകളേറ്റ് തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി ചൊരിഞ്ഞു തന്നിട്ട് അവൻ പറയുകയാണ്, ഇതാ മക്കളെ, നിങ്ങളുടെ ഭാരമൊക്കെ ഇങ്ങോട്ട് തന്നേക്ക്. ദൈവത്തിൻ്റെ സ്തോത്രം. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും ഇങ്ങോട്ട് ഇട്ട് തന്നേക്ക്. ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ടാണ് അവൻ വിളിച്ചു പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ഞാൻ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കിയിട്ടുണ്ട്, നിങ്ങളത് കണ്ടുകൊണ്ടിരുന്നാൽ മതി. എൻ്റെ ക്രൂസിലേക്ക് നോക്കൂ. എൻ്റെ ഈ ഭാരവും വേദനയും എന്തിനു വേണ്ടി മോനെ? നിന്നെ കണ്ടുകൊണ്ടാണ്, നിന്നെ നേടുവാനാണ്. നിന്നെ കണ്ടുകൊണ്ടാണ് ഞാൻ അപമാനം സഹിച്ചത്. ഈ കഷ്ടത ഞാൻ ഏറ്റത് നിന്നെ കണ്ടുകൊണ്ടാണ്. നിന്നെ നേടി എൻ്റെ മുമ്പിൽ എൻ്റെ സിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് നിന്നെ ഇരുത്തുവാൻ വേണ്ടി ഞാൻ നിന്നെ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഞാനിതെല്ലാം ഏറ്റത്. അതുകൊണ്ടാണ് മോനെ, നീ കലങ്ങണ്ട, നീ ഭ്രമിക്കണ്ട. ദൈവത്തിന് സ്തോത്രം. ഇതിലും വലിയൊരു ഭാഗ്യം വേറെ ഒന്നുണ്ട് പ്രിയപ്പെട്ടവർ. ദൈവത്തിന് സ്തോത്രം. ആ ശ്വാസം കിട്ടുവാൻ ക്രൂശിൻ ചൂട്ടിലേക്ക് വരിക. ദൈവത്തിന് സ്തോത്രം. നിങ്ങളൊരിക്കലും കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. നമ്മുടെ പൂർവികരായ പിതാക്കന്മാരെല്ലാം ആ ക്രൂശിനെ കണ്ടുകൊണ്ട് യാത്ര ചെയ്തവരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ കുർബാനയുടെ ഒരു ഗീതമുണ്ടല്ലോ, നമ്മെല്ലാവരും പാടാറുണ്ട്. ലോകം താത സഹോദരർ ജാതിയതും തറവാടും ആകെയുപേക്ഷിച്ചേശുവിനായി മരണം സ്നേഹിച്ച സഹദേന്മാരെ സദാകാലം സ്മരണം ചെയ്വതു നന്നേറ്റം. ഈ സഹോദരന്മാർ, ഈ രക്തസാക്ഷികൾ, അവരെ നാം സദാ സ്മരിക്കുന്നത് നല്ലതാണ്. പിതാക്കന്മാർ പറയുകയാണ്, എന്താണ് കാരണം? ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ലോകവും താത സഹോദരങ്ങളും എല്ലാം ആകെ ഉപേക്ഷിച്ചു, തറവാട് ഉപേക്ഷിച്ചു. ഈ ഭൂമിയിൽ ഒരു സ്വത്തും വേണ്ട, എല്ലാവരും ഉപേക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. ലോകം താത സഹോദര ജാതിയതും തറവാടും ആകെ ഉപേക്ഷിച്ച് യേശുവിന് വേണ്ടി മരണം സ്നേഹിച്ചവർ, മരിച്ചാൽ മതിയെന്ന് യേശുവിന് വേണ്ടി മരണം സ്നേഹിച്ചവർ, ദൈവത്തിന് സ്തോത്രം, അവർ രക്തസാക്ഷികളായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഞാനൊരു ഈ സഭാചരിത്രത്തിലെ ഒരു സംഭവം ഞാനിതുപോലെ ഇപ്രകാരം വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. 40 സഹോദരന്മാരുടെ ചരിത്രം. 40 സഹോദരന്മാർ, ദൈവത്തിന് സ്തോത്രം. ഈ 40 പേരും ദൈവഭക്തന്മാരായിരുന്നു, യേശു ക്രിസ്തുവിൻ്റെ ഭക്തന്മാരായിരുന്നു. അവർ ജീവിതം ക്രിസ്തുവിന് സമർപ്പിച്ചവരായിരുന്നു. അവർ സ്വർഗരാജ്യം ലക്ഷ്യമാക്കി ഈ ലോകം വിടക്കെന്ന് എണ്ണിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് മുഴുവനായിട്ടങ്ങോട്ട് സെപ്പറേറ്റഡായിട്ടിട്ട് മുഴുവനായിട്ടങ്ങോട്ട് മാറി ഈ ലോകം അങ്ങ് തള്ളിക്കളഞ്ഞിട്ട് അവർ ലോകത്തോട് അകലം പാലിച്ചുകൊണ്ട് അങ്ങ് യേശുക്രിസ്തുവിൽ ശരണമാക്കി, യേശുവിൽ മാത്രം ശരണമാക്കി ജീവിച്ച ഭക്തന്മാരായ വിശ്വാസവീരന്മാരായിരുന്നു ഈ 40 സഹോദരന്മാർ. ദൈവത്തിന് സ്തോത്രം. അവരെ ലോകമായിട്ട് വേറെ കൂടുതൽ ബന്ധമൊന്നുമില്ല.
ഒരു വനാന്തരത്തിൽ ഒരു താൽക്കാലികമായ ഭവനമെല്ലാം കെട്ടിയുണ്ടാക്കി അതിനകത്ത് അവരെ ഒന്നിച്ചു കൂടി ആരാധിച്ചുകൊണ്ടിരുന്നു, യേശുവിനെ ആരാധിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ കാലത്ത് ഭരിച്ചുകൊണ്ടിരുന്ന രാജാവ് ഭയങ്കരമായി ക്രിസ്തു ഭക്തന്മാരെ, ക്രിസ്തു മതത്തെ പീഡിപ്പിക്കാൻ തുടങ്ങി. ക്രിസ്തുവിൻ്റെ അനുയായി എന്ന് കേട്ടാൽ അവരെ കൊന്നിരിക്കും. അതുപോലെ വൈരാഗ്യത്തോടെ ആ ഭരണാധികാരി പെരുമാറാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ രാജകൊട്ടാരത്തിൽ അറിവ് കിട്ടി, ഇങ്ങനെ ഒരു പറ്റം ആൾക്കാർ ഒരു സ്ഥലത്ത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൂടിയിരുന്ന് ആരാധിക്കുന്നു, യേശുവിനെ ആരാധിക്കുന്നു, ക്രിസ്തുവിനെ ആരാധിക്കുന്നു എന്ന് അദ്ദേഹത്തിന് അറിവ് കിട്ടി. അവരൊരിക്കലും ക്രിസ്തുവിനെ തള്ളിപ്പറയുവാൻ തയ്യാറില്ലാത്തവരാണ് എന്നാണ് രാജാവിന് അറിവ് കിട്ടിയത്. രാജാവ് ഉടനെ കൽപ്പന പുറപ്പെടുവിച്ചു, അവരെ വിളിച്ചു കൂട്ടിക്കൊണ്ടുവരിക, അവരെ എല്ലാവരെയും നമുക്ക് സംഹരിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ 40 സഹോദരന്മാരെയും രാജാവിൻ്റെ പടയാളികൾ വന്ന് ബന്ധിച്ച് കൊണ്ടുപോയി രാജാവിൻ്റെ മുമ്പിൽ നിർത്തി. രാജാവ് അവരോട് ചോദിച്ചു, നിങ്ങൾ ക്രിസ്തുവിനെ തള്ളിപ്പറയാൻ തയ്യാറാണോ? ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് നിങ്ങൾ ജീവിക്കാൻ തയ്യാറാണോ? ഒന്നുകിൽ നിങ്ങൾക്ക് ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് സുഖമായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ കൊല്ലുവാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ രക്തസാക്ഷികളായ, അതിനുവേണ്ടി തയ്യാറായിരുന്നതായ ആ ദൈവഭക്തന്മാർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ക്രിസ്തുവിനെ തള്ളിപ്പറയില്ല. എന്നാൽ മരിക്കാൻ തയ്യാറായിക്കോളൂ. ഒരു വലിയ കുളം, അവിടെ അടുത്തുണ്ടാക്കിയിരുന്ന ഒരു വലിയ കുളം, അതിൽ മുഴുവൻ ഐസ് കട്ട നിറച്ചിട്ടു, മഞ്ഞുകെട്ടുകൾ ഐസ് കട്ട നിറച്ചിട്ടിട്ട് ഈ 40 പേരെ അവിടെ കൊണ്ട് തള്ളി ഇടാൻ പറഞ്ഞു. അങ്ങനെ പടയാളികൾ അവരെ കൊണ്ടുപോയി ആ കുളത്തിലേക്ക്, മഞ്ഞുകെട്ടി നിറഞ്ഞു കിടക്കുന്നതായ കുളത്തിലേക്ക് അവരെ തള്ളിയിട്ടു. പ്രിയപ്പെട്ടവരെ, എന്തുണ്ടായി എന്നറിയാമോ? കുറേ നേരം കഴിഞ്ഞപ്പോൾ അവരുടെ ശരീരത്തിൽ കൊടിയ വേദന. കാരണം രക്തം കട്ട പിടിച്ചിട്ട് അവർക്ക് ശരീരത്തിൽ സഹിക്കാനാകാത്ത ഒരു കൊടിയ വേദനയും പ്രയാസവുമായിട്ട് അവരവിടെ കിടന്ന് ഞെരുങ്ങുകയാണ്. മരണവെപ്രാളത്തോടെ അവരവിടെ കിടന്ന് നിലവിളിക്കുകയാണ്. അപ്പോഴുണ്ട് അതിലൊരാൾ ഇങ്ങോട്ട് കയറിപ്പോന്നു. ഒരാൾ വന്ന് ആ കുളത്തിൻ്റെ കരയിലേക്ക് വന്നിട്ട് എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറഞ്ഞു. പടയാളികൾ സന്തോഷത്തോടെ അദ്ദേഹത്തെ കരം പിടിച്ച് ഉയർത്തി അങ്ങനെ കൊണ്ടുപോയി, അങ്ങനെ രക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ സമയത്ത് ഉണ്ടായ വേറൊരു സംഭവം, അവിടെ നിന്നിരുന്നതായ പടയാളികൾ, അതുപോലെ അവിടെ കുളത്തിൽ കിടന്നിരുന്നതായ ആ ഭക്തന്മാരായ പിതാക്കന്മാരും ഒരു കാഴ്ച കണ്ടു. എന്താണെന്നറിയാമോ? സ്വർഗത്തിൽ നിന്ന് 40 സ്വർണ്ണ കിരീടങ്ങൾ ഇറങ്ങി വരുന്നു. 40 സ്വർണ്ണ കിരീടങ്ങൾ ഇങ്ങനെ നല്ല തേജസ്സുള്ള കിരീടങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ആ കുളത്തിൽ കിടക്കുന്നതായ 40 പേരുടെയും തലയ്ക്ക് യോജ്യമായ 40 സ്വർണ്ണ കിരീടങ്ങൾ ഇറങ്ങി വരുന്നു. ദൈവത്തിന് സ്തോത്രം. അത് കണ്ടുകൊണ്ട് കരയിൽ നിന്നിരുന്നതായ ഒരു പടയാളി, ആ പടയാളി എന്ത് ചെയ്യുന്നറിയാമോ? ഇവരെ കൊല്ലാൻ വന്ന പടയാളിയാണ്. ഇത് കണ്ടുകൊണ്ട് ആ പടയാളി എടുത്ത് ചാടി, ആ കുളത്തിലേക്ക് ചാടി. ദൈവത്തിന് സ്തോത്രം. ആ കുളത്തിലേക്ക് ആ പടയാളി എടുത്ത് ചാടി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ 40 പേരിലും ഇപ്പോൾ കയറിപ്പോകുന്ന ആളിന് പകരം ഇറങ്ങിയതായ പടയാളി ഉൾപ്പെടെയുള്ള 40 പേരുടെ തലയിലും സ്വർണ്ണ കിരീടങ്ങൾ സ്വർഗത്തിലെ ദൈവം വെച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അതാണ് 40 സഹോദരന്മാരുടെ ചരിത്രം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. പൂർവീകരായ പുണ്യപിതാക്കന്മാർ, വിശ്വാസികളായ പൂർവീയ പുണ്യപിതാക്കന്മാർ, ദൈവത്തിന് സ്തോത്രം. അവരാരും ഇടയ്ക്ക് വെച്ച് പിന്മാറി പോകാൻ തയ്യാറായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഓട്ടം സ്ഥിരതയോടെ ഓടി ദൈവസന്നിധിയിലേക്ക് എത്തിപ്പെട്ടവരാണ് അവർ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഇന്നും പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം അനേക രക്തസാക്ഷികൾ ഈ കാലങ്ങളിൽ ഉണ്ടെന്ന് നാം പേപ്പർ വഴിയെല്ലാം, ന്യൂസ് മീഡിയ വഴിയെല്ലാം നമ്മൾ അറിയുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവർ, ദൈവത്തിന് സ്തോത്രം. ഇതൊന്നും ഒരു മിഥ്യയല്ല. കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി മോനെ എന്ത് ഏതുവാകാനുള്ള സന്നദ്ധത നിനക്കുണ്ടോ? ഇത് എളുപ്പമല്ല പ്രിയപ്പെട്ടവർ, എളുപ്പമല്ല. ദൈവത്തിന് സ്തോത്രം. ഈ ലോകവും ജഡവും എല്ലാം വെച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലുള്ള ആശ്രയവും മനുഷ്യരുള്ള ആശ്രയവും വെച്ചുകൊണ്ട്, മനുഷ്യരെ കണ്ടുകൊണ്ടുള്ള പോക്കും, ദൈവമേ ഒരു കൂട്ടായ്മയെ കണ്ടുകൊണ്ടുള്ള പോക്കും ഇതൊന്നുമല്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. മോനെ, നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനായ യേശുവിനെ മാത്രം നോക്കുക. വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അവൻ നിന്നെ തള്ളിക്കളയുകയില്ല. പ്രിയപ്പെട്ടവരെ, അവൻ നിന്നെ ലജ്ജാപാത്രമാക്കി മാറ്റുകയില്ല. ദൈവത്തിന് സ്തോത്രം. നിന്നെ അവൻ മാനിക്കും.
എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ നാമമോത്ത് പഠിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ ഈ സ്വർഗീയമായ കാഴ്ച കണ്ടാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ, സ്വർഗത്തിൽ ഞാൻ കടന്നു ചെല്ലുമ്പോൾ എൻ്റെ ദൈവമേ, എനിക്ക് അവിടെ കരുതി വച്ചിരിക്കുന്ന സ്വർഗീയ സൗഭാഗ്യങ്ങൾ കണ്ടാൽ നാം ഇതുപോലെ ഇരിക്കുകയില്ല. പ്രിയപ്പെട്ടവർ, നമുക്ക് വായിക്കാം. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലൊരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരുശലേമെന്ന എൻ്റെ ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേൽ എഴുതും. ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഫിലദൽഫിയ സഭയ്ക്കുള്ള ദൂതിൽ പരിശുദ്ധനായ യോഹന്നാസ്ലീഹായ്ക്കുണ്ടായ വെളിപ്പാടാണ്. പ്രിയപ്പെട്ടവരെ, സഭയോട് പറയുകയാണ്. കർത്താവ് വേറെ ഒരു ദോഷമോ സഭയെക്കുറിച്ച് പറയുന്നില്ല. ഫിലദൽഫിയ സഭയെക്കുറിച്ച് മാത്രം പ്രിയപ്പെട്ടവരെ കർത്താവ് ഒരു ദോഷം അവരെക്കുറിച്ച് പറയുന്നില്ല. എന്നാൽ കർത്താവ് പറയുകയാണ്, നിൻ്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. നിനക്ക് വേണ്ടി സ്വർഗത്തിലൊരു കിരീടം നടഞ്ഞു വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിൽ കിരീടം അടയുന്നത് കണ്ടുകൊണ്ട് സഹോദരന്മാരായ നിങ്ങളുടെ ജീവനെ പോലും കൂസാതെ നിങ്ങൾ രക്തസാക്ഷികളായല്ലോ എന്ന് ഒരു പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്. ജീവകിരീടം കണ്ടു. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും. ദൈവത്തിന് സ്തോത്രം. ജയിക്കുന്നവനെ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറയുകയാണ്, കർത്താവിൻ്റെ ആലയത്തിൽ നിന്നെ ഒരു തൂണാക്കി നിർത്തുമെന്ന്. ദൈവത്തിന് സ്തോത്രം. എത്രമാത്രം മാനമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് തരാനായിട്ട് കർത്താവ് വച്ചിരിക്കുന്നത്. സഹിഷ്ണുത ഉള്ള ഒരു ദൈവപൈതലിന് നിൻ്റെ സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു. ദൈവമേ, അവൻ കാത്തുകൊള്ളാമെന്നാണ് പറയുന്നത്. പരീക്ഷ വരട്ടെ, നിന്നെ കാത്തുകൊള്ളാമെന്ന്. ഞാൻ വേഗം വരുന്നു, നിൻ്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ നെറ്റിമേൽ എൻ്റെ നാമം ഞാൻ എഴുതും. ഇവൻ എനിക്കുള്ളവൻ, എൻ്റെ ദൈവത്തിൻ്റെ വകയായി എന്നെ മുദ്രയിടുമെന്ന്. ദൈവത്തിന് സ്തോത്രം. മുദ്രയുള്ളവനായി കർത്താവിൻ്റെ സന്നിധിയിൽ നാം നിൽക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് വീണ്ടും നമുക്ക് വായിക്കാം. 7-ാം അധ്യായം, വെളിപ്പാട് ദിവസം 7-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഇതിൻ്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമെന്നവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ഒരു കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധനായ യോഹന്നാസ്ലീഹ കണ്ടതായ കാഴ്ച. ആ വെളിപ്പാട് നമുക്ക് എഴുതി തന്നിരിക്കുന്നു. എന്താണ് നമ്മെ കാത്തിരിക്കുന്ന സ്വർഗീയ സൗഭാഗ്യം? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതിന് ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോസ്തലൻ കണ്ടു. ദൈവത്തിന് സ്തോത്രം. കയ്യിൽ കുരുത്തോലയുമായി നിൽക്കുന്ന വെള്ള നിലയങ്കി ധരിച്ചതായ വലിയൊരു പുരുഷാരം സ്വർഗസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നു. ദൈവവേദലേ, നീ ആ കൂട്ടത്തിൽ കാണുമോ? ചിന്തിക്കണം പ്രിയരെ, അതിനാണ് ഇത് വായിച്ചത്. ചിന്തിക്കണം. അപ്പോസ്തലൻ കണ്ട കാഴ്ചയാണ്. നാം ആ കൂട്ടത്തിലുണ്ടോ പ്രിയപ്പെട്ടവരെ? കയ്യിൽ കുരുത്തോലയുമായി ആരാധനയുടെയും വിശുദ്ധിയുടെയും സുഗന്ധം വീശിക്കൊണ്ട് കർത്താവിൻ്റെ മുമ്പാകെ നിൽക്കാനുള്ള മഹാഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. സിംഹാസനം കുഞ്ഞാടിന് മുമ്പേ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. അവിടെ അവർ കർത്താവിനെ സ്തുതിക്കുകയാണ്. പിന്നെ അടുത്ത വാക്യം, സകല ദൂതന്മാരും സിംഹാസനത്തിൻ്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന് മുമ്പിൽ കവിണ്ണു വീണു. സകല ദൂതന്മാരും സിംഹാസനത്തിന് മുമ്പിൽ കവിണ്ണു വീണു. ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും
ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു. അവിടെ ദൈവത്തിന് പുകഴ്ചയും ആരാധനയും മാത്രമേ ഉള്ളൂ, സ്തുതി മാത്രമേ ഉള്ളൂ. ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ള നിലയെങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആര്? അതാണ് ചോദ്യം. ദൈവത്തിന് സ്തോത്രം. അവിടെ നിൽക്കുന്ന മൂപ്പന്മാരിലൊരുത്തൻ, ആ സിംഹാസന മുമ്പിൽ നിൽക്കുന്ന ശുശ്രൂഷയിൽ നിൽക്കുന്ന ഒരു മൂപ്പൻ അപ്പോസ്തലനോട് ചോദിച്ചു, ഈ വെള്ളനിലയെങ്കിൽ ധരിച്ചിരിക്കുന്ന ഈ പുരുഷാരം ഇവരാരാണെന്ന് ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇവരെവിടെ നിന്ന് വന്നവരാണെന്ന് ചോദിച്ചു. യജമാൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന്, യജമാൻ അറിയുമല്ലോ എന്ന് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു. അതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിലിരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്താണ് പ്രിയപ്പെട്ടവരെ ഈ സ്വർഗരാജ്യം? അവിടെ എന്താണ് ഒരു ഭക്തന്റെ റോള്? അവിടെ ഒരു ദൈവവൈദ്യൻ്റെ സ്ഥാനം എന്താണ്? അവർ മഹാന്മാരുടെയും ദൂതന്മാരുടെയും നടുവിൽ മൂപ്പന്മാരുടെയും നടുവിൽ നിന്നുകൊണ്ട് ആരാധിക്കുകയാണ്. മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാണ്. ലോകത്തിൽ വെച്ച് മഹാകഷ്ടവും നിന്നയെ ഏറ്റവരാണ്. മരിച്ചവരാണ്. യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായവരാണ്. അവർ രക്തസാക്ഷികളായവരാണ്. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. എന്നാൽ അവർ അങ്കി അലക്കി വെളുപ്പിച്ച് കിട്ടിയവരാണ്. അവരുടെ ജീവിത വസ്ത്രം അലക്കി കിട്ടിയവരാണ്. അശുദ്ധിയോട് എന്നേക്കുമായി യാത്ര പറഞ്ഞ്, പാപത്തോട് യാത്ര പറഞ്ഞ് വിശുദ്ധരായി തീർന്നിരിക്കുന്നവരാണ്. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അവർ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ജീവിത വസ്ത്രം കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അലക്കി കിട്ടിയവർ. ദൈവമേ, നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സിംഹാസന മുമ്പിൽ ഇരുന്ന് അവൻ്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇനി അവർക്കുള്ള അവിടെയുള്ള പദവികൾ എന്താണ്? സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. സിംഹാസനിരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. അവരുടെ കൂടാരം, അവരുടെ സംരക്ഷണം ആ സിംഹാസനിരിക്കുന്ന കർത്താവായ യേശു ആയിരിക്കും. ഇനി അവർക്ക് വിശക്കയില്ല, ദാഹിക്കുകയുമില്ല. വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. അവരുടെ മേൽ തട്ടുകയില്ല. സിംഹാസനത്തിന് മധ്യേയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എന്തു പറയുന്നു? ഈ മഹാസൗഭാഗ്യം നിങ്ങൾക്ക് വേണമോ? എങ്കിൽ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ ഇന്ന് നിങ്ങളെ അങ്കി വലക്കി വെളുപ്പിച്ചുകൊള്ളുക. കർത്താവായ യേശുവിൻ്റെ രക്തം, കൂസിൽ നിന്ന് ഒഴുകി വരുന്നതായ തിരുരക്തം ഇന്ന് നിങ്ങളെ കഴുകുവാനായിട്ട് നിങ്ങളുടെ അടുക്കിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് സുപ്രസാദ കാലമാണ്. യേശു നിങ്ങളെ കാണുന്നു, യേശു നിങ്ങളെ നോക്കുന്നു. ദൈവമക്കളെ, നിങ്ങളുടെ പാപത്തോട് യാത്ര പറയുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ പാപത്തോട് എന്നേക്കുമായി യാത്ര പറയുന്നു. ഈ വലിയ തേജസ്സിൻ്റെ സിംഹാസന മുമ്പിലേക്ക് ഞാൻ വരാനുള്ളവനാണല്ലോ. ഇന്നത് കർത്താവേ, ഇന്നത്തെ അവസ്ഥയിൽ സാധ്യമല്ലല്ലോ. അപ്പാ, മനസ്സലിഞ്ഞ് എൻ്റെ മേലുള്ള സകല പാപങ്ങളും, ദൈവമേ, മുറുകെ പറ്റുന്ന പാപങ്ങളും എല്ലാം നിന്റെ തങ്കത്തിരി രക്തം കൊണ്ട്, ഒരു തുള്ളി രക്തം കൊണ്ട് എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, എന്നെ വിശുദ്ധനാക്കണമേ, എൻ്റെ മേലുള്ള എല്ലാ ബന്ധനങ്ങളും അഴിക്കണമേ. എന്നെ സമാധാനത്തോടെ നീ ആരാധിച്ച്, ദൈവമേ, ആരാധിച്ച് നിന്റെ സിംഹാസനം മുമ്പിൽ നിന്ന് ആരാധിക്കുന്ന വിശുദ്ധമാരുടെ സംഘത്തിലായി ചേരുവാൻ എനിക്ക് ഭാഗ്യം തരണമേ. നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. യേശുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കുവിൻ. കരുണയുള്ള കർത്താവേ, ഞങ്ങളെ കൈക്കൊള്ളണമേ. ഞങ്ങളെ മേൽ രക്തം തളിക്കണമേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളെ തിരുസന്നിധിയിലേക്ക് കൈക്കൊള്ളണമേ. അടിയങ്ങളെ മാറോട് അണയ്ക്കണമേ. ഈ സ്വർഗീയ സൗഭാഗ്യത്തിന് എന്നേക്കും ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.